ഞാൻ അനീഷ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ പെൺകുട്ടി സരയാണ് 5ാം ക്ലാസ്. ഞങ്ങൾ രണ്ടുപേരും ഒരു സർക്കാർ സ്കൂളിൽ പഠിക്കുന്നു. ഒരു വെള്ളിയാഴ്ച സ്കൂളിൽ സയൻസ് വീവോർവോഫ് കഴിഞ്ഞ് വൈകിയതായിരുന്നു. എല്ലാവരും പോയി. ഞങ്ങളും ടീച്ചറോടൊപ്പം വണ്ടിക്കാത്തിരുന്നു. പക്ഷേ ടീച്ചർ ഇടയിൽ പോയി. ഞങ്ങൾ രണ്ടുപേരും സ്കൂളിന്റെ പഴയ ബ്ലോക്കിൽ കാത്തിരുന്നു. അവിടെ ഒരു കെട്ടിടം ഉണ്ട്, പൂർണ്ണമായും ഉപേക്ഷിച്ച തരം. ചുമരുകൾ വിളുങ്ങിയിരിക്കുന്നു, കിളികൾ ഉള്ളിൽ കൂടുവെച്ചിരിക്കുന്നു. കുറച്ച് അധ്യാപകർ ആ ബിൽഡിംഗിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അതെല്ലാം കേട്ടു ഭയക്കുന്നില്ലെന്നു നടിക്കാൻ ശ്രമിച്ചാലും ഉള്ളിൽ ഭയമായിരുന്നു. അപ്പോൾ സര പറഞ്ഞു, ചേട്ടാ, ആ കവാടത്തിൽ ആരോ കയറിയില്ലേ? ഞാൻ തിരിഞ്ഞുനോക്കി. ഒരാളെ കണ്ടു. വെളുപ്പും കറുപ്പും ഇല്ലാത്ത മുഖം, നീണ്ട കേശം, യൂണിഫോം പോലെ ഉള്ള വസ്ത്രം. വേഗത്തിൽ നിലയ്ക്കാതെ കിടപ്പറയിലേക്ക് നടന്നു. ഞങ്ങൾ പിന്നാലെ പോയില്ല. പിറകെ കൂടി സ്കൂളിന്റെ കവാടം തുറക്കാൻ ഓടി. അപ്പോൾ പിന്നിൽ നിന്ന് ശബ്ദം. എനിക്കൊരൽപ്പം സമയം മാത്രം വേണം. ഞങ്ങൾ പിറകോട്ടും നോക്കിയില്ല, നേരെ ഓടി. വീട്ടിലെത്തിയപ്പോഴും ഞങ്ങളുടെ ശ്വാസം മുടങ്ങിയതായിരുന്നു. പിന്നീടാണ് അമ്മ പറഞ്ഞത്, ആ കുട്ടിയുടെ പേര് ശ്വേത്. ആൺകുട്ടിയുടെ കൂട്ടുകാരിയായിരുന്നു. അവൻ മരിച്ച ദിവസം അവളും പോയത്. പക്ഷേ